ചെസ് മാസ്റ്റർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിസിലിയൻ ഡിഫൻസ് ഓപ്പണിങ്ങിനെ പറ്റിയാണ് പഠിക്കുന്നത്. പലരും കമൻസിൽ ചോദിച്ചൊരു ഓപ്പണിംഗ് ആയിരുന്നു സിസിലിയൻ ഡിഫൻസ്. ഇത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് സിസിലിയൻ ഡിഫൻസ്. സിസിലിയൻ ഡിഫൻസിൻ്റെ ഒരു പ്രത്യേകത, ബ്ലാക്കിന് ഏറ്റവും കൂടുതൽ വിന്നിംഗ് പെർസെൻറ്റേജ് ഉള്ള ഓപ്പണിംഗ് ആണ് സിസിലിയൻ ഡിഫൻസ്. ഇത് മുൻ കാലഘട്ടങ്ങളിൽ പോൾ മോർഫിയുടെ കാലഘട്ടങ്ങളിലൊക്കെ സിസിലിയൻ ഡിഫൻസ് അത്ര പ്രചാരത്തിലുണ്ടായിരുന്നില്ല. പോൾ മോർഫി സിസിലിയൻ ഡിഫൻസിനെ കൂടുതൽ ഉപയോഗിച്ചിരുന്നില്ല. അതേപോലെ തന്നെ കാപ്പബ്ലാങ്ക സിസിലിയൻ ഡിഫൻസ് കൂടുതൽ ഉപയോഗിച്ചില്ല. എന്നാൽ അഡോൾഫ് ആൻഡേഴ്സൺ സിസിലിയൻ ഡിഫൻസ് കൂടുതൽ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ സിസിലിയൻ ഡിഫൻസിന് ഒരു ഇറക്കവും കയറ്റവും ഉണ്ടായിരുന്നെന്ന് വേണം പറയാൻ. പിന്നീട് നമുക്കറിയാം ബോബി ഫിഷർ, കാസ്പ്രോവ് എന്നീ പ്ലെയേഴ്സൊക്കെ സിസിലിയൻ ഡിഫൻസിൻ്റെ വളരെയധികം യൂസ് ചെയ്തിരുന്നു. അങ്ങനെ വീണ്ടും അത് വളരെ പ്രചാരത്തിലായി. ഇന്ന് ബ്ലാക്ക് മിക്ക മാസ്റ്റർ ഗെയിംസിലും അതേപോലെ ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലും ബ്ലാക്ക് ഒരു വിന്നിങ് കോമ്പിനേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മിക്കവാറും സിസിലിയൻ ഡിഫൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. അതിനുള്ള ഒരു കാരണം, നമ്മൾ സാധാരണ ഓപ്പണിങ്ങിൽ പോൺ ടു E4 കളിക്കുമ്പോൾ ബ്ലാക്ക് ഇവിടെ പോൺ ടു E5 റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഇതൊരു സിമെട്രിക്കൽ വേരിയേഷനിലാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും വൈറ്റിന് ആദ്യത്തെ നീക്കം വൈറ്റ് എടുക്കുന്നതിനാൽ വൈറ്റിന് നേരിയ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും ഉണ്ട്. ഫസ്റ്റ് നീക്കം വൈറ്റാണ് എപ്പോഴും, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും വൈറ്റിനുണ്ട്. അപ്പോൾ ബ്ലാക്കിന് എപ്പോഴും ഈക്വലൈസ് ചെയ്യാൻ ആണ് ബ്ലാക്ക് ശ്രമിക്കാറ്. അപ്പോൾ ഈ ഒരു E5 മൂവ് ഉടൻ തന്നെ വൈറ്റിൻ്റെ കളിക്കുന്ന അതേ മൂവ് ബ്ലാക്ക് കളിച്ചുകൊണ്ട് ഒരു സിമെട്രിക്കൽ വേരിയേഷനിലേക്കാണ് ഈ ഒരു വേരിയേഷൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പോൺ ടു C5 ഇതാണ് സിസിലിയൻ ഡിഫൻസ്. സിസിലിയൻ ഡിഫൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഫസ്റ്റ് ഓപ്പണിങ്ങിൽ തന്നെ ഒരു ഇംബാലൻസ് കൊണ്ടുവരികയാണ് പൊസിഷനിൽ. ബ്ലാക്കിൻ്റെ ഒരു ലക്ഷ്യം ഉടൻ തന്നെ ഗെയിമിൽ ഒരു ഇംബാലൻസ് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ഫസ്റ്റ് മൂവ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജിനെ കുറച്ചൊന്ന് പ്രതിരോധിച്ചുകൊണ്ട് ഒരു ഈവൺ ഗെയിം, രണ്ടുപേർക്കും ഒരു വിന്നിങ് ചാൻസ് ഉള്ള ഒരു ഡബിൾ എഡ്ജ്ഡ് ഓപ്പണിംഗ്, അതാണ് ബ്ലാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോൺ ടു E4 കളിച്ചുകൊണ്ട് ഉള്ള പല ഓപ്പണിംഗ് വേരിയേഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഓപ്പണിംഗ് ആണ് പോൺ ടു C5. പോൺ ടു E4 കളിക്കുമ്പോൾ വൈറ്റ് ഇവിടെ രണ്ട് സ്ക്വയേഴ്സ് നിയന്ത്രിക്കുകയാണ്. അതായത് D5 സ്ക്വയറും അതേപോലെ F5 സ്ക്വയറും വൈറ്റ് നിയന്ത്രിക്കുന്നു. അതേപോലെയാണ് പോൺ ടു E5 കളിക്കുമ്പോഴും ബ്ലാക്ക് ഇവിടെ രണ്ട് സ്ക്വയേഴ്സ് നിയന്ത്രിക്കുന്നു. D4 സ്ക്വയർ അതേപോലെ F4 സ്ക്വയർ. എന്നാൽ അതിന് പകരം ബ്ലാക്ക് ഇവിടെ കളിക്കുന്നത് പോൺ ടു C5 സിസിലിയൻ ഡിഫൻസ്. ഈ ഒരു ഡിഫൻസ് സിസിലിയൻ ഡിഫൻസ് എന്ന് പേര് വരാൻ തന്നെ കാരണം ഇറ്റലിയിൽ പണ്ട് വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ഗിയാജിനോ ഗ്രെക്കോ എന്ന് പറയുന്ന പ്ലെയർ 1600കളിൽ ജീവിച്ചിരുന്ന ഗ്രെക്കോ സിസിലിയൻ ഡിഫൻസ് യൂസ് ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ. പിന്നീട് അതിന് കൂടുതൽ പ്രചാരം കിട്ടിയില്ല. എന്നാൽ 1950കളിൽ വളരെ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഓപ്പണിംഗ് ആണ് സിസിലിയൻ ഡിഫൻസ്. നമുക്ക് സിസിലിയൻ ഡിഫൻസിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയാസും അതിൻ്റെ പ്രധാനപ്പെട്ട വേരിയേഷൻസും ആ വേരിയേഷൻസിലെ ചില ഐഡിയാസും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാം. പിന്നീട് ഓരോ വേരിയേഷൻ്റെ വീഡിയോ പ്രത്യേകമായി ചെയ്യുന്നതാണ്. സിസിലിയൻ ഡിഫൻസിൻ്റെ എല്ലാ വേരിയേഷനും ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ചിലപ്പോൾ എല്ലാ വേരിയേഷനും കവർ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും എല്ലാവരും പൂർണ്ണമായി ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ബിഗിനേഴ്സിന് ഇത് കുറച്ച് പ്രയാസമുള്ള ഒരു വീഡിയോ ആയിരിക്കും. എന്നാലും 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു എല്ലാ വേരിയേഷൻസിൻ്റെ പ്രധാനപ്പെട്ട വേരിയേഷൻസിൻ്റെ ചില ഐഡിയാസ് മനസ്സിലാക്കാൻ സാധിക്കും. അത് പിന്നീട് നമ്മുടെ ഗെയിമിൽ ഉപകരിക്കണം എന്ന് ഉറപ്പില്ല. കുറച്ചൊരു ക്ലബ് ലെവലിലൊക്കെ പ്ലേ ചെയ്യുമ്പോഴാണ് സിസിലിയൻ ഡിഫൻസ് യൂസ് ചെയ്യാൻ പറ്റുക. ബിഗിനേഴ്സിനൊക്കെ ഗെയിം ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെ ഗെയിംസ് കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും വളരെയേറെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കടക്കാം. പോൺ ടു C5 സിസിലിയൻ ഡിഫൻസ്. ഇതിൽ ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് D4 സ്ക്വയർ കൺട്രോൾ ചെയ്യാനാണ്. അതായത് തൻ്റെ C പോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു സൈഡിലുള്ള പോൺ
ക്വീൻ സൈഡിലുള്ള പോൺ. ഇവിടെ വൈറ്റിന് ഏറ്റവും പ്രചാരമുള്ള ഒരു 75% മുകളിൽ വൈറ്റ് കളിക്കുന്ന മെയിൻ മൂവാണ് നൈറ്റ് F3. പിന്നെ വേണമെങ്കിൽ ഉടൻ തന്നെ പോൺ ടു D4 കളിച്ച് ഈ ഒരു പോണിനെ ചലഞ്ച് ചെയ്യാം. ഇതിന് സ്മിത്ത് മൊറ ഗാംബിറ്റ് എന്ന് പറയും. അതല്ലാതെ വീണ്ടും ചില വേരിയേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു സൈഡ് ലൈൻസ് എന്ന് പറയാം. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ഓപ്പൺ സിസിലിയൻ എന്നറിയപ്പെടുന്ന ഒരു വളരെ കൂടുതൽ വേരിയേഷൻസ് ഉള്ള ഒരു മെയിൻ ലൈനാണ്. അതല്ലാതെ C3, ഇത് C3 സിസിലിയൻ എന്ന് പറയും, അല്ലെങ്കിൽ ആലപ്പിൻ സിസിലിയൻ എന്ന് പറയും. അതേപോലെ നൈറ്റ് C3, ഇത് ക്ലോസ്ഡ് സിസിലിയൻ എന്ന് പറയും. എന്നാൽ നമ്മൾ ഇതൊക്കെ സൈഡ് ആയി വെച്ചുകൊണ്ട് ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ള നൈറ്റ് F3 ആണ്. ഇതിൽ തന്നെ വളരെ കുറേ വേരിയേഷൻസ് ഉണ്ട്. നൈറ്റ് F3 ഈ ഒരു D4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. അത് മാത്രമല്ല വൈറ്റിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മൂവിൽ തന്നെ D4 പോൺ പുഷ് ചെയ്യണം. അതിനുവേണ്ടി D4 പോൺ പുഷ് ചെയ്ത് പോൺ ടേക്സ് പോൺ കളിക്കുമ്പോൾ ക്വീൻ ടേക്സ് പോൺ കളിക്കുന്നതിന് പകരം നൈറ്റ് ടേക്സ് പോൺ, അത് ആണ് വൈറ്റിൻ്റെ ഒരു പ്ലാൻ. ഇനി ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്കിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഈ ഒരു D പോണിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, C പോണിന് പകരം D പോണിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം 2 പോണുകൾ സെൻട്രൽ വരികയും കൂടുതൽ സെൻട്രൽ കൺട്രോൾ കിട്ടുകയും ചെയ്യും. എന്നാൽ വൈറ്റിനാകട്ടെ തൻ്റെ D4ലുള്ള പോണാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തൻ്റെ സെൻട്രലുള്ള ഒരു പ്രധാനപ്പെട്ട പോണിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ബ്ലാക്കിനാകട്ടെ C പോണിനെയാണ്, തൻ്റെ സൈഡിലുള്ളൊരു പോണിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 പോൺ സെൻട്രൽ കിട്ടും. അപ്പോൾ നമ്മൾ ചെസ് ഓപ്പണിംഗ് പ്രിൻസിപ്പിളിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കൂടുതൽ സെൻട്രൽ കൺട്രോൾ ഓപ്പണിങ്ങിൽ വളരെ നല്ലതാണ്. അതാണ് ബ്ലാക്കിൻ്റെ ഒരു ലക്ഷ്യം. എന്നാൽ വൈറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എക്സ്ചേഞ്ച് ചെയ്യുമെങ്കിലും വൈറ്റിന് പെട്ടെന്ന് തന്നെ പീസുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഇനീഷ്യേറ്റീവ് വൈറ്റിന് കിട്ടും. അപ്പോൾ വൈറ്റിന് കളിയുടെ തുടക്കത്തിൽ തന്നെ വളരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് ഒരു നല്ലൊരു അറ്റാക്കിംഗ് ഗെയിം കളിക്കാൻ പറ്റും. എന്നാൽ ബ്ലാക്കിന് അത് വളരെ കൃത്യമായി ഡിഫെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തൻ്റെ സെൻട്രലിലുള്ള പോണുകളുടെ അഡ്വാൻറ്റേജ് വെച്ചുകൊണ്ട് പിന്നീട് വിജയിക്കാൻ സാധിക്കും. അതേപോലെ സിസിലിയൻ ഡിഫൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പൊസിഷനുകളിൽ ബ്ലാക്ക് കിങ് സൈഡ് കാസ്ലിംഗ് ആണ് ചെയ്യുക. കാരണം ഓൾറെഡി ഈ ഒരു C പോണിനെ നമ്മൾ വെട്ടിമാറ്റിയിരിക്കുകയാണ്. എന്നാൽ വൈറ്റിനെ സംബന്ധിച്ചിടത്തോളം വൈറ്റിന് കിങ് സൈഡിൽ അറ്റാക്ക് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ വൈറ്റ് മിക്കവാറും ഗെയിമുകളിൽ ക്വീൻ സൈഡ് കാസ്ലിംഗ് നടത്തും. കിങ് സൈഡ് കാസ്ലിംഗ് നടത്തുന്ന വേരിയേഷൻസും ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു C5 പോണിൻ്റെ പുഷിൻ്റെ ഒരു ലക്ഷ്യം. സെൻട്രലിലുള്ള പോണുകൾ കൊണ്ട് പിന്നീട് ഗെയിം നിയന്ത്രിക്കുക. അപ്പോൾ നൈറ്റ് F3 കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ബ്ലാക്കിന് പ്രധാനമായി 3 വിധത്തിൽ കളിക്കാൻ പറ്റും. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 3 ലൈൻസ് ആണുള്ളത്. അതിൽ ഒന്ന് പോൺ ടു D6 ആണ്. രണ്ടാമത് വേറൊരു ലൈൻ നൈറ്റ് C6 ആണ്. മറ്റൊരു ലൈൻ പോൺ ടു E6 ആണ്. പോൺ ടു E6 D6 ഒരു മെയിൻ ലൈനാണ്. ഈ ഒരു മെയിൻ ലൈനിൽ നിന്ന് നമുക്കറിയാം വളരെ പ്രചാരത്തിലുള്ള പല വേരിയേഷൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായ 4 വേരിയേഷൻസ് ആണുള്ളത്. ഒന്ന് നൈഡോർഫ് വേരിയേഷൻ, അതായത് സിസിലിയൻ ഡിഫൻസ് നൈഡോർഫ് വേരിയേഷൻ. നൈഡോഫ് എന്ന് പറയുന്നത് മിഗുൽ നൈഡോഫ് എന്ന് പറയുന്നത് ഒരു ചെസ് പ്ലെയർ ആണ്, ഫേമസ് ചെസ് പ്ലെയർ ആണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് നൈഡോഫ് ഡിഫൻസ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഡ്രാഗൺ വേരിയേഷൻ ഉണ്ട്. അതേപോലെ മറ്റൊരു വേരിയേഷനാണ് ഷെവനിംഗൻ വേരിയേഷൻ. അതേപോലെ ക്ലാസിക്കൽ വേരിയേഷൻ. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട വേരിയേഷൻസ് ഉണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അതാണ് D6 കളിക്കുമ്പോൾ ഉണ്ടാവുന്ന 4 വേരിയേഷൻസ്. അതേപോലെ നൈറ്റ് C6 കളിക്കുമ്പോൾ ഇത് പല വേരിയേഷൻസ് നമുക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നത് കാണാം. സിസിലിയൻ ഡിഫൻസ് നൈറ്റ് C6 വേരിയേഷൻ, നേരത്തെ പറഞ്ഞ ഷെവനിംഗൻ വേരിയേഷനിലേക്കൊക്കെ ചില മൂവ് ഓർഡർ വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ഓപ്പണിംഗ് തന്നെ മറ്റൊരു ഓപ്പണിംഗ് വേരിയേഷനിലേക്ക് ട്രാൻസ്പോസ് ആയി വരുന്നതും കാണാം. എന്നാൽ നൈറ്റ് C6 കളിക്കുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട വേരിയേഷൻസ് ആണ് കലാഷ്നിക്കോഫ് വേരിയേഷൻ, അതേപോലെ ഷ്വെഷ്നിക്കോഫ് വേരിയേഷൻ, അതേപോലെ ലോവൻതാൾ വേരിയേഷൻ. ഇങ്ങനെയുള്ള കുറച്ച് മെയിൻ വേരിയേഷൻസ് ആണ് നൈറ്റ് C6-ലുള്ളത്. ഇനി
നേരത്തെ പറഞ്ഞ മറ്റൊരു മൂവാണ് E6. അതായത് D6 ഒരു മെയിൻ മൂവാണ്, നൈറ്റ് C6 ഒരു മെയിൻ മൂവാണ്, E6 ഒരു മെയിൻ മൂവാണ്. അപ്പോൾ E6ൽ വരുന്ന 1-2 പ്രധാനപ്പെട്ട വേരിയേഷൻസ് ആണ് ടൈമനോവ് വേരിയേഷൻ, അതായത് സിസിലിയൻ ഡിഫൻസ് ടൈമനോവ് വേരിയേഷൻ, സിസിലിയൻ ഡിഫൻസ് കാൻ വേരിയേഷൻ, അതേപോലെ സിസിലിയൻ ഡിഫൻസ് പിൻ വേരിയേഷൻ. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞ വേരിയേഷൻസ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയാസ് എന്തൊക്കെയാണ്. പോൺ ടു C5 കളിക്കുന്നു, നൈറ്റ് F3 കളിക്കുന്നു. ഇനി ഇവിടെ പോൺ ടു D4, അതായത് ബ്ലാക്ക് കളിക്കണം. ബ്ലാക്ക് D6, നമുക്കറിയാം D6 ഒരു മൂവാണ്, നൈറ്റ് C6 മറ്റൊരു വേരിയേഷനാണ്, E6 മറ്റൊരു വേരിയേഷനാണ്. അപ്പോൾ D6ൽ നമുക്ക് ആദ്യം തുടങ്ങാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേരിയേഷൻ. D6 കളിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 4 വേരിയേഷനിലേക്ക് മെയിൻ ആയിട്ട് കളി മാറും. അതായത് നൈഡോർഫ് വേരിയേഷൻ, ഡ്രാഗൺ വേരിയേഷൻ, ഷെവനിംഗൻ വേരിയേഷൻ, അതേപോലെ ക്ലാസിക്കൽ വേരിയേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. D6 പോൺ പുഷ് ചെയ്തു. ഇനി വൈറ്റിൻ്റെ പ്രധാനപ്പെട്ട മൂവാണ് നേരത്തെ പറഞ്ഞ പോൺ ടു D4 സെൻട്രൽ ബ്രേക്ക്. ഇവിടെ ഏറ്റവും മെയിൻ മൂവാണ് പോൺ ടേക്സ് പോൺ. അപ്പോൾ നൈറ്റ് ടേക്സ് പോൺ. ഇവിടെ നമുക്കറിയാം നേരത്തെ പറഞ്ഞ ആ ഒരു ഐഡിയാസ് വർക്കൗട്ട് ആവുന്നത് സെൻട്രൽ ഇപ്പോൾ 2 പോണുകൾ ബ്ലാക്കിനുണ്ട്, എന്നാൽ വൈറ്റിന് ഒരു പോണേ ഉള്ളൂ. എന്നാൽ വൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് ഇവിടെ സെൻട്രൽ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പീസുകളെ ഡെവലപ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് വൈറ്റിൻ്റെ പ്ലാൻ. അതേപോലെ ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം C5 ഓപ്പൺ ആയിരിക്കുകയാണ്. ഇപ്പോൾ തൻ്റെ ബിഷപ്പിനെയും നൈറ്റിനെയും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റൂക്കിനെ C5 ഓപ്പൺ ഫയലിലേക്ക് കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നൈറ്റ് ടേക്സ് പോൺ. ഇനി നൈറ്റ് F6, ഇതാണ് ബ്ലാക്കിൻ്റെ ഒരു മെയിൻ മൂവ്. ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നൈറ്റ് ഇവിടെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നത് ഈ ഒരു D6 പോൺ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ സാധ്യമല്ല. കാരണം നൈറ്റ് F6 കളിക്കുമ്പോൾ ഉടൻ തന്നെ പോണിനെ പുഷ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സിസിലിയൻ ഡിഫൻസിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നൈറ്റിനെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു സ്ക്വയർ അണ്ടർ കൺട്രോൾ ആണോ എന്ന് നോക്കണം. അതുകൊണ്ടാണ് ഈ ഒരു വേരിയേഷനിൽ പോൺ D6 കളിക്കുന്നത്. മറ്റൊരു വേരിയേഷനായ നൈറ്റ് C6 നേരത്തെ പറഞ്ഞ മൂവിലും ഈ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്തതിന് ശേഷമാണ് നൈറ്റ് ഇവിടെ വരിക. കാരണം ഈ ഒരു പോൺ പുഷ് സാധ്യമല്ല. അതേപോലെ തന്നെയാണ് E6 ഉള്ള വേരിയേഷനിലും ക്വീൻ C7 കളിച്ച് ഈ ഒരു സ്ക്വയർ നിയന്ത്രിക്കും, അല്ലെങ്കിൽ നൈറ്റ് C6 കളിച്ച് ഈ ഒരു സ്ക്വയർ നിയന്ത്രിക്കും. അങ്ങനെ E5 സ്ക്വയർ നിയന്ത്രിച്ചതിന് ശേഷമാണ് ഈ ഒരു നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുക. പോൺ D6ലാണുള്ളത് നമ്മൾ നോക്കുന്ന വേരിയേഷനിൽ. അപ്പോൾ നൈറ്റ് F6 അറ്റാക്കിംഗ് പോൺ. ഈ ഒരു നൈറ്റ് F6 കളിച്ചില്ലെങ്കിൽ നമുക്കറിയാം നൈറ്റ് F6 കളിച്ചു കഴിഞ്ഞാൽ വൈറ്റിന് ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യാൻ സ്വാഭാവികമായിട്ടുള്ള ഒരു മൂവാണ് നൈറ്റ് C3, ഡിഫെൻഡിങ് ദ പോൺ. അതേപോലെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് മെയിൻ വേരിയേഷനിലുള്ള ഒരു നൈറ്റ് മൂവ്. അതിന് പകരം F3 പോൺ പുഷ് ചെയ്യാം. അതൊരു പ്രിൻസ് വേരിയേഷൻ എന്നറിയപ്പെടുന്ന ഒരു വേരിയേഷനിലേക്ക് പോകും. എന്നാലും അത് കിങ് സൈഡ് വീക്ക് ആവും. അതൊരു സൈഡ് ലൈനാണ്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഏറ്റവും മെയിൻ ലൈനാണ് നൈറ്റ് C3. അപ്പോൾ ഈ ഒരു നൈറ്റ് C3 കളിക്കുന്നത് കൊണ്ട് തന്നെ C പോണിനെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ബ്ലാക്കിൻ്റെ ഒരു ലക്ഷ്യവും അത് തന്നെയായിരുന്നു. ഈ ഒരു നൈറ്റിനെ കളിക്കുമ്പോൾ ബ്ലാക്കിൻ്റെ ലക്ഷ്യം നൈറ്റിനെ കളിച്ചില്ലെങ്കിൽ അതിന് പകരം ഫോർ എക്സാമ്പിൾ വേറെ വല്ല മൂവും നടത്തി എന്ന് വിചാരിക്കുക, A6. അപ്പോൾ തന്നെ വൈറ്റിന് പോൺ ടു C4 കളിക്കാൻ സാധിക്കും. ഈ ഒരു പോൺ ടു C4 എന്ന് പറഞ്ഞാൽ ഈ ഒരു D5 സ്ക്വയറിനെ 2 പോണുകൾ ഉപയോഗിച്ച് സെൻറ്റർ കൺട്രോൾ ചെയ്തിരിക്കുന്നു. ഇതിനെ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ C4 E4 പോൺ അറേഞ്ച്മെൻറ്റിനെ പറയുന്ന ഒരു പേരാണ് മൊറോക്സി ബൈൻഡ്. ഇതൊരു ഹംഗേറിയൻ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്ന ഗീസ മൊറോക്സി എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ഒരു പേരിലാണ് ഈ ഒരു സെറ്റപ്പ് അറിയപ്പെടുന്നത്. ഇത്
വൈറ്റിന് വളരെ ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു ബൈൻഡ് പൊസിഷനാണ്. ബ്ലാക്ക് വളരെ ക്രാമ്പ് ആയ ഒരു സിറ്റുവേഷനിലേക്ക് മാറും, കാരണം ഈ ഒരു സ്ക്വയർ 2 പോണുകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെയും വേരിയേഷൻസിൽ കളി പോകാം. എന്നാൽ മൊറോക്സി ബൈൻഡ് അനുവദിക്കാതെ ബ്ലാക്ക് മെയിനായിട്ട് കളിക്കുന്ന ഒരു മൂവാണ് നൈറ്റ് F6. ഇപ്പോൾ ബ്ലാക്കിന് വൈറ്റിന് ഈ ഒരു പോണിനെ E4 പോണിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നൈറ്റ് ടു C3 കളിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നൈറ്റ് C3 കളിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ C4 കളിച്ച് മൊറോക്സി ബൈൻഡ് യൂസ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഒരു പൊസിഷനാണ് മിക്കവാറും സിസിലിയൻ ഡിഫൻസിൽ. ഇവിടെ നിന്നാണ് നമ്മുടെ അടുത്ത വേരിയേഷൻസ് വരുന്നത്. നൈറ്റ് ഓഫ് ഡ്രാഗൺ, അതേപോലെ ക്ലാസിക്കൽ സിസിലിയൻ ഷെവനിംഗൻ വേരിയേഷൻ. ഈ 4 വേരിയേഷനും ഈ ഒരു പൊസിഷനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഒരു പൊസിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പോഴും ഏത് സിസിലിയൻ ഡിഫൻസ് എടുത്തു കഴിഞ്ഞാലും മിക്കവാറും ഈ ഒരു സെറ്റപ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പൊസിഷനിൽ വെച്ചായിരിക്കും അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു പൊസിഷൻ വരുന്നത് ഒന്നുകൂടി ഒന്ന് പെട്ടെന്ന് നോക്കാം. ഇവിടെ പോൺ ടു E4, ബ്ലാക്ക് ഇവിടെ പോൺ ടു E5 അല്ല, അത് സിമെട്രിക്കൽ വേരിയേഷൻ. പോൺ ടു C5 സിസിലിയൻ ഡിഫൻസ്. D4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് ഇവിടെ നൈറ്റ് F3 കളിച്ച് സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. D4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ 3 വേരിയേഷൻസ് പറഞ്ഞു. D6 അല്ലെങ്കിൽ നൈറ്റ് C6 അല്ലെങ്കിൽ E6. ഇതിൽ D6 ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. D6. അപ്പോൾ പോൺ ടു D4, പോൺ ടേക്സ് പോൺ, നൈറ്റ് ടേക്സ് പോൺ, നൈറ്റ് F6, നൈറ്റ് C3 ഡിഫെൻഡിങ് ദ പോൺ. ഇതാണ് D6 സിസിലിയൻ്റെ ഒരു ആരംഭഘട്ടം എന്ന് പറയാം. ഇവിടെ നിന്നും നമുക്ക് 4 വേരിയേഷൻസ് വരികയാണ്. ഞാൻ പല ഓപ്പണിങ്ങിൻ്റെ പേരുകളും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അത് ബിഗിനേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയാണ്. അറിയുന്നവർക്ക് ചിലപ്പോൾ ഇത് റിപ്പീറ്റേറ്റീവ് ആയി തോന്നാം. എന്നാലും ഇത് ആദ്യമായി വീഡിയോ കാണുന്ന ആൾക്ക് വരെ മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഓരോ വേരിയേഷനും വീണ്ടും വീണ്ടും പേരുകൾ എടുത്തു പറയുന്നത്. 1-2 പ്രാവശ്യം ഈ വീഡിയോ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് സിസിലിയൻ ഡിഫൻസിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയാസ് മനസ്സിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ റിപ്പീറ്റായി പേര് പറയുന്നത്. അതേപോലെ തന്നെ ചില വേരിയേഷൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ നിന്നും ഇനി ബ്ലാക്കിൻ്റെ മൂവാണ് അടുത്തത്. നൈറ്റ് C3 വൈറ്റ് കളിച്ചിരിക്കുകയാണ്. ബ്ലാക്കിന് ഒരു മൂവ് ഉള്ളത് A6 ആണ്. ഇതാണ് സിസിലിയൻ ഡിഫൻസ് നൈഡോർഫ് വേരിയേഷൻ. ഇനി മറ്റൊരു മൂവ് ഉള്ളത് നൈറ്റ് C6 ആണ്. ഇതാണ് സിസിലിയൻ ഡിഫൻസ് ക്ലാസിക്കൽ വേരിയേഷൻ. ഇനി മറ്റൊരു മൂവ് ഉള്ളത് E6 ആണ്. ഇതാണ് സിസിലിയൻ ഡിഫൻസ് ഷെവനിംഗൻ വേരിയേഷൻ. ഓരോന്നിൻ്റെയും പേര് മാത്രം ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് തിയറീസ് നോക്കാം. പിന്നെയുള്ളത് സിസിലിയൻ ഡിഫൻസ് ഡ്രാഗൺ വേരിയേഷൻ G6. അപ്പോൾ ഈ ഓരോ വേരിയേഷൻ്റെയും ഐഡിയാസ് നമുക്ക് വളരെ കുറച്ചൊരു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. അത് നമുക്ക് ഓരോ പ്രത്യേക വീഡിയോൻ്റെയും ഓരോ ഓപ്പണിംഗ് വീഡിയോൻ്റെയും പ്രത്യേക വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ തിയറീസ് നോക്കാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ മാത്രം നോക്കാം. ഞാൻ ഇവിടെ നിന്നുള്ള ഓർഡറിലാണ് പറഞ്ഞത്. A6 നൈഡോർഫ് വേരിയേഷൻ, നൈറ്റ് C6 ക്ലാസിക്കൽ വേരിയേഷൻ, E6 ഷെവനിംഗൻ വേരിയേഷൻ, G6 ഡ്രാഗൺ വേരിയേഷൻ. എന്നാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഓരോ വേരിയേഷൻ നോക്കുമ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കാം. അതായത് ആദ്യമായി G6. പോൺ ടു G6 ഇവിടെ കളിക്കുമ്പോൾ ഈ ഒരു വേരിയേഷൻ്റെ പേരാണ് സിസിലിയൻ ഡിഫൻസ് ഡ്രാഗൺ വേരിയേഷൻ. ആ ഒരു ഡ്രാഗൺ വേരിയേഷൻ എന്ന് പേര് വരാൻ പല കാരണങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റഷ്യൻ ചെസ് മാസ്റ്ററാണ് ആ ഒരു പേര് കൊടുത്തത്. അദ്ദേഹം ഒരു ചെസ് പ്ലെയറും അതേപോലെ തന്നെ ഒരു ആസ്ട്രോണമറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഒരു പോൺ സ്ട്രക്ചർ, അതായത് ഇങ്ങനെ ഒരു വേവി ആയിട്ടുള്ള പോൺ സ്ട്രക്ചർ കണ്ടിട്ടാണ്
അദ്ദേഹം ഇതിന് ഡ്രാഗൺ വേരിയേഷൻ എന്ന് പറഞ്ഞത് പേര് കൊടുത്തത്. അദ്ദേഹം അതേപോലെ ആസ്ട്രോണമർ കൂടിയായിരുന്നു. ഡ്രേക്കോ എന്ന് പറയുന്ന ഒരു സ്റ്റാർ കൺസ്റ്റലേഷൻ ഉണ്ട്, നക്ഷത്രക്കൂട്ടങ്ങൾ ആകാശത്ത് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. അതൊരു ഡ്രാഗൺ ഷേപ്പിൽ, ഈ ഒരു ഷേപ്പിലാണ് അതിൻ്റെ ഒരു പൊസിഷൻ. അപ്പോൾ ആ ഒരു കൺസ്റ്റലേഷനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇതിന് ഡ്രാഗൺ വേരിയേഷൻ എന്ന പേര് കൊടുത്തത്. നമുക്കറിയാം ഈ ഒരു ഷേപ്പ്, ഡ്രാഗൻ്റെ ഷേപ്പാണ് നമ്മൾ പല ഫോട്ടോസിലും കണ്ടിട്ടുണ്ടാവും, പിക്ചേഴ്സിലും ഡ്രാഗൺ. അതേപോലെ ഈ ഒരു ബിഷപ്പിൻ്റെ പൊസിഷൻ ഇവിടെയാണ് ഡ്രാഗൺ വേരിയേഷനിൽ വരിക. ഈ ഒരു ബിഷപ്പിനെ ഡ്രാഗൺ ബിഷപ്പ് എന്നാണ് പറയുക. പലപ്പോഴും ഫയർ ബ്രീതിങ് ഡ്രാഗൺ എന്നൊക്കെ ഈ ഒരു ബിഷപ്പിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഈ ഒരു ഡയഗണൽ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന വിധത്തിലാണ് ഈ ഒരു ഡ്രാഗൺ ബിഷപ്പിൻ്റെ പൊസിഷൻ. അപ്പോൾ പോൺ ടു G6 ഇതാണ് ഡ്രാഗൺ വേരിയേഷൻ. ഇതിൽ ഡ്രാഗൺ വേരിയേഷനിൽ വൈറ്റിന് ഒരു പ്രത്യേക ഒരു അറ്റാക്കിംഗ് സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ പേരാണ് യുഗോസ്ലാവ് അറ്റാക്ക്. സിസിലിയൻ ഡിഫൻസ് ഡ്രാഗൺ വേരിയേഷനെ വൈറ്റ് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു ലൈനിൻ്റെ പേരാണ് യുഗോസ്ലാവ് അറ്റാക്ക്. അതായത് വൈറ്റിൻ്റെ ഐഡിയ ജസ്റ്റ് ഒന്ന് പറയാം. ബിഷപ്പ് E3, അപ്പോൾ ബിഷപ്പ് ടു G6. അതായത് വൈറ്റിൻ്റെ ഐഡിയ ഞാൻ പറയാം. ബിഷപ്പ് E3, ക്വീൻ D2, കാസ്ലിംഗ്, ബിഷപ്പ് C4, പോൺ H4. പിന്നീട് പോൺ പുഷ് ചെയ്ത്, അതായത് ക്വീൻ സൈഡ് ആദ്യം കാസ്ലിംഗ് നടത്തും. പിന്നീട് ഈ ഒരു ബിഷപ്പ് ആൻഡ് ക്വീൻ ബാറ്ററി ഉപയോഗിച്ച് ഈ ഒരു ഡയഗണൽ കൺട്രോൾ ചെയ്യും. അതേപോലെ പോൺ പുഷ് നടത്തി പോൺ ടു H4, H5, അങ്ങനെ അതേപോലെ പോൺ ടു G4, പോൺ F3, G4 ഇങ്ങനെയൊക്കെ കളിച്ച് ബ്ലാക്കിൻ്റെ കിങ്ങിനെ അറ്റാക്ക് ചെയ്യുക. ബ്ലാക്ക് ഇവിടെ ഡ്രാഗൺ വേരിയേഷൻ കാസ്ലിംഗ് നടത്തും. അപ്പോൾ ആ ഒരു കിങ് സൈഡ് അറ്റാക്ക്, ഇതാണ് വൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക്, യുഗോസ്ലാവ് അറ്റാക്ക്. ആ ഒരു വേരിയേഷനിൽ വൈറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഈ ഒരു ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യലാണ്. ഇപ്പോൾ ബിഷപ്പിനെ വെട്ടിമാറ്റുകയാണെങ്കിൽ ക്വീൻ ടെക്സ് ബിഷപ്പ്, ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിയിലാണ് വൈറ്റ് യുഗോസ്ലാവ് അറ്റാക്ക് ചെയ്യുക. എന്നാൽ ചില വേരിയേഷൻസിൽ ബ്ലാക്ക് ഇവിടെ ഈ ഒരു ബിഷപ്പിനെ നിലനിർത്തിക്കൊണ്ട് ചിലപ്പോൾ റൂക്കിനെയൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നതും കാണാം. ഫോർ എക്സാമ്പിൾ ബിഷപ്പ് ടു H8, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബിഷപ്പാണ് ഡ്രാഗൺ ബിഷപ്പ്. നമ്മൾ അതിൻ്റെ തിയറീസിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, നമുക്കത് പിന്നീട് പ്രത്യേകം വീഡിയോ ആയിട്ട് ചെയ്യാം. അതേപോലെ ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം ഡ്രാഗൺ സിസിലിയനിൽ വൈറ്റിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലാക്കിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കിങ് സൈഡ് കാസ്ലിംഗ്, അതേപോലെ നൈറ്റ് C6, ബിഷപ്പ് D7, പിന്നെ റൂക്ക് C8, ക്വീൻ A5 ഇങ്ങനെയൊക്കെ കളിച്ച് ക്വീൻ സൈഡ് കാസ്ലിംഗ് ചെയ്ത കിങ്ങിനെ അറ്റാക്ക് ചെയ്യുക. ഇതാണ് ബ്ലാക്കിൻ്റെ ഒരു സെറ്റപ്പ് ഡ്രാഗൺ വേരിയേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഡ്രാഗൺ വേരിയേഷൻ ഈ വളരെ പ്രചാരത്തിലുള്ള ഒരു സിസിലിയൻ ഡിഫൻസ് വേരിയേഷനാണ്. നമുക്കറിയാം മാഗ്നസ് കാൾസൺ, അതേപോലെ ഹിക്കാരു നക്കാമുറ, ഇവരൊക്കെ ഡ്രാഗൺ സിസിലിയൻ യൂസ് ചെയ്ത് പല ഗെയിംസും വിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി സിസിലിയൻ ഡിഫൻസിൻ്റെ മൂവ് ഓർഡർ നോക്കാം. E4, C5, knight F3, D6, pawn to D4, pawn takes pawn, knight takes pawn, knight F6, attacking pawn on E4, knight C3, defending the pawn. ഇനി ഇവിടെ നിന്നും പോൺ ടു G6, അതാണ് ഡ്രാഗൺ വേരിയേഷൻ. മറ്റൊരു വേരിയേഷൻ ഉണ്ട്
അതിൻ്റെ പേരാണ് ആക്സിലറേറ്റഡ് ഡ്രാഗൺ. അത് നമുക്ക് കുറച്ച് അടുത്ത വേരിയേഷൻ നോക്കുമ്പോൾ കവർ ചെയ്യാം. അപ്പോൾ സിസിലിയൻ ഡിഫൻസ് ഡ്രാഗൺ വേരിയേഷനാണ് G6. ഇനി മറ്റൊരു വേരിയേഷനാണ് പോൺ E6. ഇതാണ് സിസിലിയൻ ഡിഫൻസ് ഷെവനിംഗൻ വേരിയേഷൻ എന്നറിയപ്പെടുന്ന ഓപ്പണിംഗ്. ഇത് പണ്ട് വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഓപ്പണിംഗ്. 1920-കൾക്ക് ശേഷം വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഓപ്പണിംഗ് വേരിയേഷനാണ് പോൺ ടു E6 ഷെവനിംഗൻ വേരിയേഷൻ. ഷെവനിംഗൻ എന്ന് പറയുന്നത് നെതർലാൻഡ്സിലെ ഹേഗിലെ ഒരു വില്ലേജിൻ്റെ പേരാണ് ഷെവനിംഗൻ. ആ ഒരു സ്ഥലത്തിൻ്റെ പേരിലാണ് ഈ ഒരു വേരിയേഷൻ അറിയപ്പെടുന്നത്. ആ ഒരു 1920-കളിൽ നടന്ന ഒരു ടൂർണമെൻറ്റിൽ ഈ ഒരു ഓപ്പണിംഗ് വളരെ കൂടുതലായിട്ട് പ്ലേയേഴ്സ് യൂസ് ചെയ്തു. അതുകൊണ്ടാണ് ആ ഒരു ഓപ്പണിംഗ് ആ ഒരു ടൂർണമെൻറ്റ് ഷെവനിംഗൻ എന്ന സ്ഥലത്താണ് നടന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഓപ്പണിംഗ് ഷെവനിംഗൻ വേരിയേഷൻ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഷെവനിംഗൻ വേരിയേഷൻ പിന്നീട് പ്രചാരം കുറഞ്ഞു വന്ന് കാണാം. അതിനൊരു കാരണമാണ് പോൺ ടു E6 കളിക്കുമ്പോൾ ഉടനെ തന്നെ വൈറ്റിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് പോൺ G4. ഈ ഒരു അറ്റാക്കിൻ്റെ പേരാണ് കീറേസ് അറ്റാക്ക്. പോൾ കീറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്രാൻഡ് മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാ വേൾഡ് ചാമ്പ്യൻസിനെയും ആ സമയത്തുണ്ടായിരുന്ന എല്ലാ വേൾഡ് ചാമ്പ്യൻസിനെയും അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സ്വന്തമായി അദ്ദേഹത്തിന് വേൾഡ് ചാമ്പ്യൻ ആവാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു പ്രശസ്തനായ ഒരു ചെസ് പ്ലെയറാണ് പോൾ കീറേസ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ആണ് ഈ ഒരു കീറേസ് അറ്റാക്ക് അറിയപ്പെടുന്നത്. ഈ ഒരു പോൺ ടു G4 പോൺ പുഷ് ഇവിടെ സാധ്യമാവുന്നത് ബിഷപ്പിൻ്റെ ഡയഗണൽ ഇവിടെ ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഷെവനിംഗൻ വേരിയേഷനിലുള്ള പോൺ E6 പുഷ് കാരണം പോൺ ടു G4 കളിച്ച് നെക്സ്റ്റ് മൂവിൽ പോൺ ടു G5 കളിച്ച് ഈ ഒരു നൈറ്റിനെ ഹറാസ് ചെയ്ത് കളിക്കാൻ പറ്റും. അപ്പോൾ നൈറ്റിനെ ഇവിടുന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ കിങ്ങിൻ്റെ ഒരു കിങ് കാസൽ ചെയ്താലുള്ള ഒരു മെയിൻ ഡിഫൻഡറാണ് നൈറ്റ്, ഇവിടെയുള്ള F6-ലുള്ള നൈറ്റ്. അപ്പോൾ അതിനെ മാറ്റി പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്ത് ജയിക്കാൻ സാധിക്കും. നല്ലൊരു അറ്റാക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ അതുപോലെ ഈ ഒരു മൂവിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ബ്ലാക്കിന് ചെയ്യാവുന്ന ഒരു മൂവാണ് പോൺ ടു H6. പക്ഷേ പിന്നീട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാസ്ലിംഗ് നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടായത് ബ്ലാക്കിന് ബുദ്ധിമുട്ടാവുന്ന കാരണം പോൺ ടു H6 ഈ ഒരു കിങ് സൈഡ് പോണിനെ വീക്കൻ ചെയ്തിരിക്കുകയാണ് പോൺ പുഷ് കാരണം. ഷെവനിംഗൻ വേരിയേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൺ ടു E6 കളിച്ചുകൊണ്ട് ഈ ഒരു 4 സ്ക്വയറും 1 2 3 4 ബ്ലാക്ക് കൺട്രോൾ ചെയ്യുകയാണ്. എന്നാലും കിറേസ് അറ്റാക്ക് കാരണം അത്ര പ്രചാരത്തിലുള്ള ഒരു ഓപ്പണിംഗ് അല്ല ഇപ്പോൾ ഷെവനിംഗൻ ഡിഫൻസ്. ഇനി അടുത്ത വേരിയേഷനാണ് നൈറ്റ് C6. ഈ ഒരു വേരിയേഷൻ്റെ പേരാണ് ക്ലാസിക്കൽ വേരിയേഷൻ. സിസിലിയൻ ഡിഫൻസ് ക്ലാസിക്കൽ വേരിയേഷൻ. ക്ലാസിക്കൽ വേരിയേഷനിൽ നൈറ്റ് ടേക്സ് നൈറ്റ് ഉടനെ കളിക്കുന്നത് ബ്ലാക്കിന് അഡ്വാൻറ്റേജ് ആണ്. കാരണം പോൺ ടേക്സ് C6. ഇപ്പോൾ കൂടുതൽ പോണുകൾ സെൻട്രൽ വരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ നൈറ്റ് ടേക്സ് നൈറ്റ് മിക്കവാറും വൈറ്റ് കളിക്കാറില്ല. വൈറ്റ് ഇവിടെ മിക്കവാറും കളിക്കുന്ന ഒരു മൂവാണ് ബിഷപ്പ് G5. ക്ലാസിക്കൽ വേരിയേഷനിലുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു വേരിയേഷനാണ് ബിഷപ്പ് G5. ഈ ഒരു ഓപ്പണിംഗ് വേരിയേഷൻ്റെ പേരാണ് റിക്ടർ റൗസർ അറ്റാക്ക്, അല്ലെങ്കിൽ റിക്ടർ റൗസർ വേരിയേഷൻ, റിച്ചർ റൗസർ എന്നൊക്കെ പറയും. ഇവിടെ വൈറ്റ് ഉദ്ദേശിക്കുന്നത് ഉടൻ തന്നെ ഈ ഒരു നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യണം. അതായത് ബിഷപ്പ് ടെക്സ് നൈറ്റ്. അപ്പോൾ ഒന്നുകിൽ ഈ ഒരു പോൺ വെച്ചെടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു പോൺ വെച്ചെടുക്കണം. പോൺ ടെക്സ് പോൺ കളിക്കുകയാണെങ്കിൽ സെൻട്രലുള്ള പോണിൻ്റെ കൺട്രോൾസ് നഷ്ടപ്പെടും. അതേപോലെ ഈ ഒരു ജിയിലുള്ള പോൺ വെച്ച് എടുക്കുകയാണെങ്കിൽ, വെട്ടിമാറ്റുകയാണെങ്കിൽ കാസിൽ ചെയ്യാനുള്ള ഒരു പ്രശ്നം, കിങ് സേഫ്റ്റി. അപ്പോൾ
അതാണ് റിക്ടർ റൗസർ അറ്റാക്കിൻ്റെ ഒരു പ്ലാൻ വൈറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവിടെ ബ്ലാക്ക് മെയിനായിട്ട് ചെയ്യുന്ന ഒരു മൂവ് പോൺ ടു E6 ആണ് റിക്ടർ റൗസർ അറ്റാക്കിൽ. പിന്നെ വൈറ്റ് ഇവിടെ വീണ്ടും F4 ഒക്കെ കളിച്ച് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യും. അത് നമുക്ക് റിക്ടർ റൗസർ അറ്റാക്കിൻ്റെ തിയറീസിൽ നോക്കാം. സിസിലിയൻ ഡിഫൻസിൻ്റെ ആ ഒരു ക്ലാസിക്കൽ വേരിയേഷനിൽ നമുക്ക് കൂടുതലായി നോക്കാം. ഇനി ഇവിടെ മറ്റൊരു വേരിയേഷൻ ഉള്ളത് നൈറ്റ് C6 കളിക്കുമ്പോൾ റിക്ടർ റൗസർ അറ്റാക്ക് ബിഷപ്പ് G5. അതല്ലാതെ മറ്റൊരു വേരിയേഷനാണ് ബിഷപ്പ് C4, സോസിൻ വേരിയേഷൻ. സോസിൻ എന്ന് പറയുന്നത് മറ്റൊരു ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ പേരാണ്. അതാണ് ബിഷപ്പ് C4. ഈ ഒരു ലൈനാണ് സിസിലിയൻ ഡിഫൻസ് ക്ലാസിക്കൽ വേരിയേഷൻ്റെ സോസിൻ അറ്റാക്ക്. അതേപോലെ റിക്ടർ റൗസർ എന്ന് പറയുന്നത് രണ്ട് ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ പേരാണ്. റിക്ടറും മറ്റൊന്ന് റൗസർ, രണ്ട് വ്യത്യസ്ത ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ പേരാണ്. അതാണ് നൈറ്റ് C6 വേരിയേഷൻ. നമ്മളെല്ലാ വേരിയേഷനും ഈ ഒരു പൊസിഷനിൽ വെച്ചാണ് പറയുന്നത്. G6, E6, നൈറ്റ് C6. ഇനി അടുത്ത വേരിയേഷനാണ് പോൺ ടു A6. ഈ ഒരു വേരിയേഷനാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഓപ്പണിംഗ്. ഇതാണ് സിസിലിയൻ ഡിഫൻസ് നൈഡോർഫ് വേരിയേഷൻ. ഈ ഒരു നാജിഡോർഫ് എന്നാണ് എഴുതുക. അത് ഒരു അർജന്റീനിയൻ ചെസ് പ്ലെയറിൻ്റെ പേരാണ്, ചെസ് ഗ്രാൻഡ് മാസ്റ്റർ മിഗ്വേൽ നൈഡോർഫ്. അപ്പോൾ ഈ ഒരു വേരിയേഷൻ പോൺ ടു A6, ഈ ഒരു വേരിയേഷൻ്റെ ഒരു പ്രധാന ലക്ഷ്യം B5 സ്ക്വയർ കൺട്രോൾ ചെയ്യലാണ്. എന്തിനാണ് ഈ B5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നത്? B5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ബ്ലാക്കിന് പോൺ E5 പോൺ പുഷ് നടത്തണം, എന്നിട്ട് ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ വൈറ്റിന് ഈ ഒരു നൈറ്റിനെ വീണ്ടും നീക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നൈറ്റ് ടു B3. അതായത് വൈറ്റ് ഇവിടെ തൻ്റെ നൈറ്റിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവ് ചെയ്ത പീസിനെ തന്നെ മൂവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മൂവ് കൊണ്ട് തന്നെ ബ്ലാക്കിന് ഒരു ടൈം ഗെയിൻ ചെയ്യാൻ പറ്റും. അതായത് വൈറ്റ് ഇവിടെ തൻ്റെ നൈറ്റിനെ വീണ്ടും മൂവ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ, അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അറ്റാക്കിൽ ഉള്ള നൈറ്റിനെ. അങ്ങനെയുള്ള ഒരു ടൈം ഗെയിനിങ് മൂവ്, അതായത് അതിന് ടെമ്പോ എന്ന് പറയും, ഒരു ടെമ്പോ കിട്ടും. ഇതാണ് ബ്ലാക്കിൻ്റെ ഒരു മൂവ്, പോൺ ടു E5 ഡയറക്റ്റ്. അപ്പോൾ ബിഷപ്പിൻ്റെ ലൈൻസും ഡെവലപ്പ് ആവും, സെൻട്രൽ പോണിനെ കിട്ടുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഇപ്പോൾ തന്നെ A6 കളിക്കുന്നതിന് കാരണം ഉടൻ തന്നെ പോൺ ടു E5 പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് B3 കളിക്കുന്നതിന് പകരം നൈറ്റ് B5 കളിക്കാൻ പറ്റും വൈറ്റിന്. നൈറ്റ് B5 അല്ല, ഉടനെ തന്നെ ബിഷപ്പ് ടു B5 കളിക്കാൻ പറ്റും. ഈ ഒരു ബിഷപ്പ് ടു B5 ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ബിഷപ്പ് D7 കളിച്ച് ഡിഫെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നൈറ്റ് D7 കളിച്ച് ഡിഫെൻഡ് ചെയ്യാം. ഇവിടെ ബിഷപ്പ് D7 കളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്കറിയാം. പോൺ ടു E5 പുഷ് ചെയ്യുന്നത് കാരണം ഈ ഒരു D5 സ്ക്വയർ ഇപ്പോൾ ബ്ലാക്കിൻ്റെ കൺട്രോളിൽ നിന്നും പോയിരിക്കുകയാണ്. കാരണം അതൊരു വീക്ക് സ്ക്വയർ ആയിരിക്കുകയാണ്. കാരണം എന്താണ്? C പോണിനെ തുടക്കത്തിലെ എക്സ്ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ C പോണിനെ C6ലേക്ക് പുഷ് ചെയ്ത് ആ ഒരു D5 സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ സാധ്യമല്ല. കാരണം അവിടെ പോണില്ല, ഇപ്പോൾ C പോണില്ല. അതേപോലെ ഇനി അതിനെ ഡിഫെൻഡ് ചെയ്യാൻ മറ്റൊരു പോൺ ഉള്ളത് E7ലുള്ള പോണാണ്. അതിനെ E6 കളിച്ച് എപ്പോഴെങ്കിലും ആവശ്യമാണെങ്കിൽ E6 കളിച്ച് കഴിഞ്ഞാൽ D5 സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാൽ E5 പോൺ ഡയറക്റ്റ് പുഷ് ചെയ്തത് കാരണം ഇനി D5 സ്ക്വയർ വളരെ വീക്കായിരിക്കുകയാണ്. അപ്പോൾ
വൈറ്റിന് ആ ഒരു സ്ക്വയറിൻ്റെ വീക്ക്നെസ് മുതലെടുത്തുകൊണ്ട് അറ്റാക്ക് ചെയ്ത് നൈറ്റിനെയൊക്കെ അവിടെ ഔട്ട് പോസ്റ്റായി വെച്ചുകൊണ്ട് നല്ലൊരു അറ്റാക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. അപ്പോൾ ഇനി ഈ ഒരു വൈറ്റ് സ്ക്വയറിൻ്റെ ഡിഫിനെ കൺട്രോൾ ചെയ്യാൻ ബ്ലാക്കിനുള്ള മറ്റൊരു പീസാണ് തൻ്റെ ലൈറ്റ് സ്ക്വയർ ബിഷപ്പ്. C8 തൻ്റെ ബിഷപ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട പീസ്. കാരണം ഈ ഒരു ലൈറ്റ് സ്ക്വയർ അണ്ടർ കൺട്രോൾ ആയിരിക്കണം ബ്ലാക്കിന്. ഇല്ലെങ്കിൽ സെൻട്രൽ തന്നെ ഒരു വീക്ക് സ്ക്വയർ ഉണ്ടായി കഴിഞ്ഞാൽ വൈറ്റിന് അവിടെ തൻ്റെ ഗെയിം ഫോക്കസ് ചെയ്തുകൊണ്ട് പീസുകളെയൊക്കെ അവിടെയൊക്കെ പ്രതിഷ്ഠിച്ച് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബിഷപ്പ് കൊണ്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വൈറ്റ് ഹാപ്പിലി അതിനെ അങ്ങ് എക്സ്ചേഞ്ച് ചെയ്യും. ബിഷപ്പ് ടെക്സ് ബിഷപ്പ്, നൈറ്റ് ടെക്സ് ബിഷപ്പ്. അപ്പോൾ ഈ ഒരു സ്ക്വയർ വീണ്ടും വീക്ക് ആവുന്നത് കാണാം. കാരണം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഉപകരിക്കാവുന്ന ഒരു പീസാണ് ലൈറ്റ് സ്ക്വയർഡ് ബിഷപ്പ്. ആ ഒരു ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് അപ്പോൾ വൈറ്റിന് നല്ലതാണ്, വൈറ്റിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ബിഷപ്പ് കൊണ്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു നല്ല മൂവല്ല. ഇനി നൈറ്റ് കൊണ്ട് ഡിഫെൻഡ് ചെയ്താലും, നൈറ്റ് കൊണ്ട് ഇപ്പോൾ ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നൈറ്റ് D7 കളിച്ച് ചെക്ക് ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു D4 നൈറ്റ് ഇപ്പോൾ അറ്റാക്കിലാണുള്ളത് E5 പോൺ കൊണ്ട്. അപ്പോൾ നൈറ്റ് F5 കളിക്കാൻ പറ്റും. നൈറ്റ് F5 കളിച്ച് D6 പോണിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. D6 പോൺ ഇപ്പോൾ നൈറ്റ് കൊണ്ടും ക്വീൻ കൊണ്ടും അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൊസിഷൻ വൈറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. ഞാൻ കൂടുതൽ അതിൻ്റെ വേരിയേഷൻസിലേക്ക് പോകുന്നില്ല. ക്വീനിനെ കൊണ്ടൊക്കെ ഡിഫെൻഡ് ചെയ്യാമെന്ന് തോന്നാം. എന്നാലും അതിനെ നമുക്ക് അറ്റാക്ക് ചെയ്യാവുന്നതാണ്. നൈറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്വീനിനെയൊക്കെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു പൊസിഷൻ ഇപ്പോൾ വൈറ്റിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെക്ക്, ഈ ഒരു ബിഷപ്പ് B5 ചെക്ക് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് പോൺ ടു E5 കളിക്കുന്നതിന് മുന്നേ ആദ്യം പോൺ ടു A6 കളിക്കുന്നത്. നൈഡോർഫ് വേരിയേഷൻ കാണുമ്പോൾ വളരെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു മൂവ് പോലെ തോന്നാം പോൺ ടു A6. പക്ഷേ വളരെ ഡീപ്പായിട്ടുള്ള ഒരു മൂവാണ് പോൺ ടു A6. ഇവിടെ വൈറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ 2-3 വിധത്തിൽ ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നൈഡോർഫ് വേരിയേഷനിൽ. ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇംഗ്ലീഷ് അറ്റാക്ക്. അതിൻ്റെ മൂവ് ബിഷപ്പ് ടു E3 ആണ്. അത് നമുക്ക് നൈഡോർഫ് വേരിയേഷൻ്റെ തിയറി ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ കാണാം. ബിഷപ്പ് E3, ക്വീൻ D2, കാസ്ലിംഗ് ക്വീൻ സൈഡ്, പിന്നെ അറ്റാക്ക് പോൺ പുഷ് ചെയ്ത് കിങ് സൈഡ് അറ്റാക്ക്. ഇതാണ് വൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് അറ്റാക്കിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഡർ. അതേപോലെ ബിഷപ്പ് ടു G5 ഒരു മൂവ് ആണ്. അതേപോലെ ബിഷപ്പ് E2, കാസ്ലിംഗ് കിങ് സൈഡ്. ഇങ്ങനെയൊക്കെ വേരിയേഷൻസ് ഉണ്ട്. ഇനി ഫോർ എക്സാമ്പിൾ ബിഷപ്പ് E3 കളിച്ച് കഴിഞ്ഞാൽ ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സെറ്റപ്പ് ഉണ്ട്. അതായത് ഒന്ന് E5 പോൺ പുഷാണ് മെയിൻ ഐഡിയ. അതായത് ഇതാണ് ഒരു പോൺ ടു E5 പോൺ പുഷാണ് നൈഡോർഫ് വേരിയേഷനിലെ ഏറ്റവും ഒരു മെയിൻ ആയിട്ടുള്ള പോൺ പുഷ്. അതല്ലാതെ പോൺ ടു E6 ഒരു മൂവാണ്. ഇത് ഒരു ഷെവനിംഗൻ സെറ്റപ്പിലാണ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഷെവനിംഗൻ സെറ്റപ്പാണിത്, E6 പോൺ പുഷ്. എന്നാൽ ഷെവനിംഗൻ വേരിയേഷനിൽ E6 പോൺ പുഷ് ചെയ്യുമ്പോൾ A6 പോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് കൊണ്ട് വൈറ്റ് ഇത് ഗാരി കാസ്പ്രോവ് ആണ് ഈ ഒരു വേരിയേഷൻ. നൈഡോർ വേരിയേഷനിൽ ഷെവനിംഗൻ സെറ്റപ്പ് കൊണ്ടുവരുന്നത് ഗാരി കാസ്പ്രോവ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ക്യൂറിയസ് അറ്റാക്കിനെതിരായിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഡയറക്റ്റ് G4 പോൺ പുഷ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് ആദ്യം ഉടനെ E6 കളിച്ച് E6 ആണ് കളിച്ചതെങ്കിൽ ക്യൂറിയസ് അറ്റാക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ പോൺ A6 കളിച്ചതിന് ശേഷം വൈറ്റ് ഒരു വെയിറ്റിംഗ് മൂവ് നടത്തിക്കൊണ്ടാണ് പിന്നീട് വൈറ്റ് ഷെവനിംഗൻ സെറ്റപ്പിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത്. അതൊക്കെ നമുക്ക് നൈഡോർഫ് വേരിയേഷനിലേക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ
കൂടുതലായി മനസ്സിലാക്കാം. അപ്പോൾ അതാണ് സിസിലിയൻ ഡിഫൻസ് നൈഡോർഫ് വേരിയേഷൻ. ഇനി നമ്മൾ പ്രധാനപ്പെട്ട 4 ഓപ്പണിംഗ് വേരിയേഷൻസ് D6ലുള്ള 4 വേരിയേഷൻസ് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത വേരിയേഷൻസ് നോക്കാം. അതായത് സിസിലിയൻ ഡിഫൻസ് ഡ്രാഗൺ വേരിയേഷൻ പോൺ ടു G6, സിസിലിയൻ ഡിഫൻസ് ഷെവനിംഗൻ വേരിയേഷൻ പോൺ ടു E6, സിസിലിയൻ ഡിഫൻസ് ക്ലാസിക്കൽ വേരിയേഷൻ പോൺ ടു C6, നൈറ്റ് ടു C6 ആൻഡ് പോൺ ടു A6, സിസിലിയൻ ഡിഫൻസ് നൈഡോർഫ് വേരിയേഷൻ. ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് നൈറ്റ് D6ന് പകരം ഉള്ള അടുത്ത വേരിയേഷൻസ് മെയിനായിട്ട് നോക്കാം. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള വേരിയേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ E5, E4, പോൺ ടു E4, പോൺ ടു C5, സിസിലിയൻ ഡിഫൻസ്. നൈറ്റ് F3 മെയിൻ മൂവ്. D6 ആണ് നമ്മളിപ്പോൾ കണ്ടത് 4 പ്രധാനപ്പെട്ട വേരിയേഷൻ. ഇനി നൈറ്റ് C6, D6ന് പകരം. ഈ ഒരു വേരിയേഷന് നൈറ്റ് C6 വേരിയേഷൻ എന്ന് തന്നെയാണ് പറയുക. അതേപോലെ ഇതിന് D6 വേരിയേഷൻ എന്നാണ് പറയുക. ഇതിൽ നിന്നും പിന്നീട് സബ് വേരിയേഷൻസ് വരുമ്പോഴാണ് അതിന് പല പേരുകൾ ഉള്ളത്. അപ്പോൾ ഇവിടെയും ആദ്യത്തെ മൂവ് ഓർഡേഴ്സ് സെയിം ആണ്. നൈറ്റ് C6 കളിച്ചാൽ പോൺ ടു D4, പോൺ ടേക്സ് പോൺ, നൈറ്റ് ടേക്സ് പോൺ. ഈ ഒരു പൊസിഷനിൽ വെച്ച് ബ്ലാക്ക് കളിക്കുന്ന ഒരു മൂവാണ് പോൺ ടു E5. ഈ ഒരു വേരിയേഷൻ കലാഷ്നിക്കോഫ് വേരിയേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പോൺ ടു E5 കലാഷ്നിക്കോഫ് വേരിയേഷൻ. അത് നമുക്ക് നോക്കാം. അതേപോലെ അതിന് പകരം മറ്റൊരു മൂവാണ് നൈറ്റ് F6 അറ്റാക്കിംഗ് പോൺ. അതേപോലെ ആ ഒരു മൊറോക്സി ബൈൻഡ് സെറ്റപ്പിന് എതിരെയുള്ള ഒരു മൂവ് കൂടിയാണ് നൈറ്റ് C6. ഇപ്പോൾ ഈ ഒരു മൊറോക്സി ബൈൻഡ് സാധ്യമല്ല, കാരണം പോൺ ഈസ് അണ്ടർ അറ്റാക്ക്. അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യണം. നൈറ്റ് C3. ഈ ഒരു പൊസിഷനിൽ വെച്ച് പോൺ ടു E5 പുഷ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വേരിയേഷനാണ് ഷെഷ്നിക്കോഫ് വേരിയേഷൻ എന്നറിയപ്പെടുന്നത്. ഷെഷ്നിക്കോഫ് എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്. ഇനി അതാണ് കലാഷ്നിക്കോഫ് വേരിയേഷനും ഷെഷ്നിക്കോഫ് വേരിയേഷനും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് നൈറ്റ് എക്സ് പോൺ കളിച്ച ഉടനെ പോൺ ടു E5 പുഷ് ചെയ്ത് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് കലാഷ്നിക്കോഫ് വേരിയേഷൻ. അതിന് പകരം നൈറ്റിനെ ഡെവലപ്പ് ചെയ്തു, നൈറ്റ് F6, നൈറ്റ് C3 രണ്ടും ഡെവലപ്പ് ചെയ്തതിന് ശേഷം പോൺ ടു E5 പുഷ് ചെയ്യുകയാണെങ്കിൽ ഇത് ഷെഷ്നിക്കോഫ് വേരിയേഷൻ. അപ്പോൾ ഈ ഒരു കലാഷ്നിക്കോഫ് വേരിയേഷനിൽ പോൺ ടു E5 പുഷ് ചെയ്യുമ്പോൾ വൈറ്റിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു മൂവാണ് നൈറ്റ് B5 അറ്റാക്കിംഗ് D6 സ്ക്വയർ. അതായത് D6ലുള്ള സ്ക്വയർ, D6 ഉള്ള ഒരു വീക്ക്നെസ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് നൈറ്റ് B5 വരുന്നത്. നമുക്ക് മിക്കവാറും സിസിലിയൻ ഡിഫൻസ് ഗെയിമിൽ നൈറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് B5ലേക്ക് കാണാവുന്നതാണ്. ഇനി ഈ ഒരു നൈറ്റ് B5 കളിക്കുമ്പോൾ പോൺ ടു A6 കളിച്ചാൽ എന്താണെന്ന് നോക്കാം. ഈ ഒരു പോൺ ടു A6 എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വേരിയേഷനാണ്. ഈ ഒരു വേരിയേഷൻ്റെ പേരാണ് ലോവൻതാൾ വേരിയേഷൻ. ലോവൻതാൾ പഴയൊരു ചെസ് പ്ലെയറിൻ്റെ പേരാണ്. ലോവൻതാൾ വേരിയേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോൺ ടു A6 കളിക്കുമ്പോൾ ഇന്ന് അത്ര പ്രചാരത്തിലില്ല ലോവൻതാൾ വേരിയേഷൻ. കാരണം ഉടൻ തന്നെ നൈറ്റ് D6 ചെക്ക്, അതേപോലെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ബിഷപ്പ് ടേക്സ് നൈറ്റ്, ക്വീൻ ടേക്സ് ബിഷപ്പ്, പിന്നെ ക്വീൻ F6, ക്വീൻ ടേക്സ് ക്വീൻ, നൈറ്റ് ടേക്സ് ക്വീൻ, അതുപോലെ നൈറ്റ് F3. ഇങ്ങനെയുള്ള ഒരു വേരിയേഷനാണ് ലോവൻതാൾ വേരിയേഷനിൽ വരുന്നത്, ക്വീനൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത്. എന്നാൽ ഇത് കുറേ ഗ്രാൻഡ് മാസ്റ്റേഴ്സൊക്കെ കളിച്ച് അതിന് ശേഷം വിലയിരുത്തിയിരിക്കുന്നത് വൈറ്റിനാണ് ഈ ഒരു പൊസിഷൻ അഡ്വാൻറ്റേജ് എന്നാണ്. അതുകൊണ്ട് തന്നെ
ഈ ഒരു പൊസിഷൻ, ഈ ഒരു ലോവൻ താൾ വേരിയേഷൻ ഇപ്പോൾ അത്ര പ്രചാരത്തിലില്ല. അപ്പോൾ നമുക്ക് കലാഷ്നിക്കോവ് വേരിയേഷൻ നോക്കാം. E4 C5 നൈറ്റ് F3 നൈറ്റ് C6 വേരിയേഷനാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോൺ ടു D4, പോൺ ടേക്സ് പോൺ, നൈറ്റ് ടേക്സ് പോൺ. നൈറ്റ് ഒരു നല്ല മൂവല്ല. ക്വീൻ ടേക്സ് നൈറ്റ്, ക്വീൻ സെൻറ്ററിൽ വരും. ഇനി ഇവിടെ പോൺ ടു E5, അപ്പോൾ നൈറ്റ് B5. ഇവിടെ ലോവൻ താൾ വേരിയേഷനാണ് A6. ലോവൻ താൾ വേരിയേഷൻ കളിക്കാതെ D6 കളിക്കുമ്പോഴാണ് അത് കലാഷ്നിക്കോവ് വേരിയേഷൻ്റെ മെയിൻ ലൈനായി മാറുന്നത്. ഇവിടെ പോൺ ടു D5 കളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇനി ആ ഒരു വീക്ക് സ്ക്വയർ ഇപ്പോൾ പോൺ ടു D6 കളിച്ച് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. കാരണം നൈറ്റ് ടേക്സ് പോൺ ഇപ്പോൾ സാധ്യമല്ല. കാരണം ബിഷപ്പും ക്വീനും ആ ഒരു സ്ക്വയർ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതാണ് ഒരു ചെറിയൊരു പോൺ മൂവ്മെൻറ്റ് കാരണം കളി ആ ഒരു സ്ക്വയറിൻ്റെ കൺട്രോൾ മൊത്തമായി മാറിയിരിക്കുകയാണ്. പോൺ ടു D6 ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈ ഒരു D6 സ്ക്വയർ തൻ്റെ സ്വന്തം പോൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ക്വീനിന് ആ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുമല്ല. എന്നാൽ ഈ ഒരു ചെറിയൊരു പോൺ പുഷ്, D6 പോൺ പുഷ് നടത്തിയപ്പോൾ ഇനി ആ ഒരു സ്ക്വയർ D6 സ്ക്വയർ ബിഷപ്പ് മാത്രമല്ല ക്വീനും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കലാഷ്നിക്കോവ് വേരിയേഷൻ്റെ മെയിൻ ലൈൻ. പോൺ A6 പകരം പോൺ ടു D6. ഇവിടെ വൈറ്റിന് വേണമെങ്കിൽ മൊറോക്സി ബൈൻഡ് കളിക്കാം, പോൺ ടു C4. അതല്ലെങ്കിൽ പോൺ ടു നൈറ്റ് C3 ഒരു മൂവാണ്. പിന്നീട് ബ്ലാക്കിന് ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്ത് കളിക്കാം. പോൺ ടു A6 അറ്റാക്ക് നൈറ്റ് B3 ഒക്കെ വരേണ്ടി വരും. അങ്ങനെയുള്ളൊരു വേരിയേഷനാണ് കലാഷ്നിക്കോവ്. അത് നമുക്ക് പിന്നീട് തിയറീസ് നോക്കുമ്പോൾ വിശദമായി നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടു നൈറ്റ് C6 വേരിയേഷനിൽ ഉള്ള ഒരു മൂവാണ് നൈറ്റ് E5 കലാഷ്നിക്കോവ് വേരിയേഷൻ. ഇനി അതിന് പകരം നൈറ്റ് F6 നൈറ്റ് C3 ഇങ്ങനെ ഒരു മൂവ് കളിച്ചതിന് ശേഷം പോൺ ടു E5 പുഷ് ചെയ്യുമ്പോഴാണ് ഇത് ഷെഷ്നിക്കോവ് വേരിയേഷൻ എന്നറിയപ്പെടുന്നത്. വളരെ ഡബിൾ എഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് സിസിലിയൻ ഡിഫൻസ് ഷെഷ്നിക്കോവ് വേരിയേഷൻ. ഇത് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് വേരിയേഷനാണ്. ഇവിടെ വൈറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൂവ് ഇവിടെ, കാരണം ഇപ്പോൾ ബ്ലാക്ക് നൈറ്റ് F6 കളിച്ചതോടുകൂടി നൈറ്റ് C3 കളിക്കുന്നു വൈറ്റ്. അതുകൊണ്ട് തന്നെ ഈ മൊറോക്സി ബൈൻഡ് സെറ്റപ്പ് ഇപ്പോൾ സാധ്യമല്ല. ഇനി ഇവിടെ വൈറ്റിൻ്റെ ഏറ്റവും മെയിൻ മൂവാണ് നൈറ്റ് B5. E5 പോൺ പുഷ് ചെയ്തതിന് ശേഷം നൈറ്റിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ നൈറ്റ് B5. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്ക്വയർ അറ്റാക്കിലാണ് D6 സ്ക്വയർ. അപ്പോൾ പോൺ ടു D6. ഇനി വൈറ്റിനെ അതിൻ്റെ ഒരു മെയിൻ മൂവ് എന്ന് പറയുന്നത് ബിഷപ്പ് G5. ഇതാണ് വൈറ്റിൻ്റെ ഒരു മെയിൻ മൂവ്. ഇവിടെ വൈറ്റിൻ്റെ ഒരു ലക്ഷ്യം ഈ ഒരു പോണിനെ ഈ ഒരു നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യുക ബിഷപ്പ് ഉപയോഗിച്ച്. അപ്പോൾ ക്വീൻ ടേക്സ് നൈറ്റ് കളിച്ചു കഴിഞ്ഞാൽ അത് അത്ര നല്ലൊരു മൂവല്ല. കാരണം ക്വീൻ എപ്പോഴും ഈ ഒരു D6 സ്ക്വയർ കൺട്രോൾ ചെയ്യേണ്ടി വരും. പോൺ ടേക്സ് ബിഷപ്പ്, അതാണ് ബ്ലാക്കിന് നല്ലത്. അങ്ങനെ ഒരു എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഒരു വീക്ക്നെസ് ഉണ്ടാവും. അതാണ് വൈറ്റിൻ്റെ ലക്ഷ്യം, പോൺ സ്ട്രക്ചർ വീക്കാക്കുക. എന്നാൽ ബ്ലാക്കിൻ്റെ ഒരു ലക്ഷ്യം ആ ഒരു എക്സ്ചേഞ്ച് നടന്നാലും ബ്ലാക്ക് ടുവേർഡ്സ് ദ സെൻറ്ററാണ് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ സെൻട്രൽ പോൺ ഫോർമേഷൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ബിഷപ്പ് G5 കളിക്കുമ്പോൾ ബ്ലാക്കിന് ഇവിടെ A6 പോൺ പുഷ് ചെയ്ത് നൈറ്റിനെ അറ്റാക്ക് ചെയ്യാം. ഈ ഒരു നൈറ്റ് ഉടൻ തന്നെ നൈറ്റ് A3 ആണ് റിട്രീറ്റ് ചെയ്യുക മെയിൻ മൂവ്.
ഉടൻ തന്നെ ബ്ലാക്കിന് ഇവിടെ പോൺ ടു B5 കളിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ക്വീൻ സൈഡ് എക്സ്പാൻഷൻ നടത്താൻ പറ്റും ബ്ലാക്കിന്. ഇനി നെക്സ്റ്റ് മൂവിൽ പോൺ ടു B4 പോൺ പുഷ് നടത്തി ക്വീൻ രണ്ട് നൈറ്റിനെയും ഫോർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അറ്റാക്ക് ഇവിടെ വരികയാണ്. അപ്പോൾ ബിഷപ്പ് ടേക്സ് നൈറ്റ് ആദ്യം കളിക്കും, പിന്നെ പോൺ ടേക്സ് ബിഷപ്പ്, അപ്പോൾ നൈറ്റ് D5. ഇതാണ് ഷെഷ്നിക്കോഫ് വേരിയേഷൻ്റെ ഒരു ലൈൻ. ഇവിടെ നൈറ്റ് സെൻട്രൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു നല്ലൊരു ഔട്ട് പോസ്റ്റാണ് വൈറ്റിന് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ബ്ലാക്കിനും വളരെ നല്ല അറ്റാക്കിംഗ് പോസിബിലിറ്റീസ് ഉണ്ട്. അതേപോലെ ബ്ലാക്കിന് വേണമെങ്കിൽ ബ്ലാക്കിൻ്റെ ഒരു ഗെയിം ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഷപ്പ് ടു G7, അതേപോലെ കാസൽ ചെയ്യും. പിന്നീട് ഈ ഒരു ഡബിൾഡ് പോണാണ് ഇവിടെയുള്ളത്. ആ ഒരു ഡബിൾ പോൺ വീക്ക്നെസ് ആണ് അത് ശരിക്കും പറഞ്ഞാൽ, ഡബിൾ പോൺ. എന്നാൽ ഡബിൾ പോൺ ഉണ്ടെങ്കിലും F5 പോൺ പുഷ് ചെയ്ത് ഈ ഒരു E4 പോണിനെ അറ്റാക്ക് ചെയ്യും. അതേപോലെ തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ F3 പുഷ് ചെയ്താൽ ആ ഒരു പോണിനെ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം വീണ്ടും എൻ്റെ ഡബിൾഡ് പോൺ ഉണ്ടായിരുന്ന 2 പോണുകളുണ്ട് F5. അപ്പോൾ വീണ്ടും അടുത്ത പോൺ ഉപയോഗിച്ച് F5 പോൺ പുഷ് ചെയ്ത് സെൻട്രൽ അറ്റാക്ക് ചെയ്ത് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ അതാണ് ബ്ലാക്കിൻ്റെ ഒരു ഐഡിയ. അപ്പോൾ ഇത് വൈറ്റിനും ബ്ലാക്കിനും വളരെ അറ്റാക്കിംഗ് ചാൻസ് ഉള്ള ഒരു ഡബിൾ എഡ്ജ്ഡ് ഓപ്പണിംഗ് ആണ് ഷെഷ്നിക്കോഫ് വേരിയേഷൻ. വളരെ കൂടുതൽ തിയറീസ് ഉണ്ട്. എല്ലാ വേരിയേഷൻസും ഇപ്പോൾ കവർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓരോ വീഡിയോ പ്രത്യേകം അനലൈസ് ചെയ്ത് പിന്നീട് നോക്കാം. അപ്പോൾ അടുത്ത വേരിയേഷൻ E4 C5, knight F3, knight C6, D4, pawn takes pawn, knight takes pawn. ഇവിടെ ബ്ലാക്കിനുള്ള മറ്റൊരു മൂവാണ് പോൺ G6. ഇതാണ് ആക്സിലറേറ്റഡ് ഡ്രാഗൺ വേരിയേഷൻ എന്നറിയപ്പെടുന്നത്. ഈ ഒരു പോൺ ടു G6 പുഷ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ ഡ്രാഗൺ വേരിയേഷനിൽ പറഞ്ഞിരുന്നു. ആ ഒരു ഡ്രാഗൺ വേരിയേഷനിൽ നമ്മൾ D6 പോൺ പുഷ് ചെയ്തപ്പോഴാണ് പിന്നീട് ഈ ഒരു ഡ്രാഗൺ വേരിയേഷൻ വന്നിരുന്നത്. നമുക്ക് അറിയാം ഈ ഒരു D6 അതേപോലെ G6 ഈ ഒരു പോൺ സ്ട്രക്ചർ കാരണം ഡ്രാഗൺ ഷേപ്പിലുള്ള ആ ഒരു ഡ്രാഗൺ വേരിയേഷൻ. എന്നാൽ ഇതിനെ എന്തുകൊണ്ടാണ് ആക്സിലറേറ്റഡ് ഡ്രാഗൺ എന്ന് വിളിക്കുന്നതെന്ന് നോക്കാം. അതായത് ഡ്രാഗൺ വേരിയേഷൻ്റെ തിയറി നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ പറയാം. ഡ്രാഗൺ വേരിയേഷൻ്റെ ഒരു പ്രധാന ബ്ലാക്കിൻ്റെ ഒരു മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു D6 മൂവ് ചെയ്തതിന് ശേഷം പിന്നീട് D5 പോൺ ബ്രേക്ക്. ഈ ഒരു സെൻട്രൽ പോൺ ബ്രേക്ക് ആണ് ഒരു മിഡിൽ ഗെയിമിൽ ബ്ലാക്കിൻ്റെ ഒരു പ്രധാന മൂവ്. അത് ഒരു ടാക്ടിക്കൽ കോമ്പിനേഷനൊക്കെ വരുമ്പോൾ പോൺ ടു D6 പോണിനെ D5 പുഷ് ചെയ്യുന്നത് ബ്ലാക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ ബ്രേക്കാണ് ഡ്രാഗൺ വേരിയേഷൻ, നോർമൽ ഡ്രാഗൺ വേരിയേഷനുള്ളത്. എന്നാൽ നമുക്കറിയാം ഈ ഒരു D5 പോൺ ബ്രേക്ക് നടത്താൻ വേണ്ടി ആദ്യം D6 മുന്നേ മൂവ് ചെയ്തിരുന്നു, പിന്നീടാണ് D5 വരുന്നത്. അതുകൊണ്ട് തന്നെ 2 നീക്കങ്ങൾ എടുത്താണ് ആ ഒരു ബ്രേക്ക് നടത്താൻ പറ്റിയത് നോർമൽ ഡ്രാഗൺ വേരിയേഷൻ. എന്നാൽ ഇവിടെ ഈ ഒരു നൈറ്റ് C6 വേരിയേഷനിൽ വരുമ്പോൾ ബ്ലാക്കിന് D6 മൂവ് കമ്മിറ്റ് ചെയ്തിട്ടില്ല ബ്ലാക്ക്. അപ്പോൾ പോൺ ടു G6 അതേപോലെ ഈ ഒരു ഡ്രാഗൺ ബിഷപ്പിൻ്റെ ഒരു സെറ്റപ്പ് നൈറ്റ് F6 കാസ്ലിംഗ് ഇങ്ങനെയൊക്കെ നടത്തി ഡയറക്റ്റ് D6 കളിക്കാതെ ഒറ്റയൊരു നീക്കത്തിൽ ഡയറക്റ്റ് D5 പോൺ ബ്രേക്ക് സാധ്യമാണ്. ആ ഒരു പൊസിഷൻ മിഡിൽ ഗെയിമിൻ്റെ പൊസിഷൻ അനുസരിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്കോപ്പ് ബ്ലാക്കിനുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വേരിയേഷനെ ആക്സിലറേറ്റഡ് ഡ്രാഗൺ എന്ന് പറയുന്നത്. ഒരു മൂവ് സേവ് ചെയ്യുന്നത് പോലെയാണ് ബ്ലാക്ക്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രശ്നം, അതായത് ആക്സിലറേറ്റഡ് ഡ്രാഗൺ കളിക്കുമ്പോൾ പോൺ ടു G6 ഈ ഒരു പൊസിഷനിൽ
വൈറ്റിന് വേണമെങ്കിൽ മൊറോക്സി ബൈൻഡ് സെറ്റപ്പ് യൂസ് ചെയ്യാൻ സാധ്യമാണ്. കാരണം C4 പോൺ പുഷ് ഇപ്പോൾ സാധ്യമാണ്. നേരത്തെ ഡ്രാഗൺ വേരിയേഷനിലെ സെറ്റപ്പ് ആണെങ്കിൽ പോൺ D6 അപ്പോൾ നൈറ്റ് F6 കളിച്ചതിന് ശേഷം ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ C4 പോൺ സാധ്യമല്ല, പുഷ് സാധ്യമല്ല. കാരണം ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യണം. അതിനുവേണ്ടി നൈറ്റ് C3 മൂവ് ചെയ്യും വൈറ്റ്. അപ്പോൾ ഈ ഒരു പോൺ ഇപ്പോൾ ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇനി ആ ഒരു മൊറോക്സി ബൈൻഡ് സെറ്റപ്പ് സാധ്യമല്ല. ഈ ഒരു പൊസിഷനിലാണ് പോൺ G6 ബ്ലാക്ക് കളിക്കുന്നത് ഡ്രാഗൺ വേരിയേഷനിൽ, നോർമൽ ഡ്രാഗൺ വേരിയേഷനിൽ. എന്നാൽ ആക്സിലറേറ്റഡ് ഡ്രാഗൺ വേരിയേഷനിൽ ഇവിടെ നൈറ്റ് C6 വേരിയേഷനിലാണ് ആക്സിലറേറ്റഡ് ഡ്രാഗൺ വേരിയേഷൻ വരുന്നത്. ഈ ഒരു നൈറ്റ് C6 സമയത്ത് G6 പോൺ പുഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ വൈറ്റിന് ഈ ഒരു E4 പോണിൻ്റെ മുകളിൽ അറ്റാക്ക് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നൈറ്റ് C6 കളിക്കണമെന്നില്ല, C3 കളിക്കണമെന്നില്ല. ഉടൻ തന്നെ C4 പോൺ പുഷ് സാധ്യമാണ്, മൊറോക്സി ബൈൻഡ് സാധ്യമാണ്. അപ്പോൾ ആക്സിലറേറ്റഡ് ഡ്രാഗൺ കളിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വൈറ്റിന് വേണമെങ്കിൽ മൊറോക്സി ബൈൻഡ് സെറ്റപ്പ് സാധ്യമാണ്. അതുപോലെ ഇപ്പോൾ ഈ ഒരു G6 പോൺ പുഷ് ചെയ്യുന്നതിന് പകരം നൈറ്റ് F6 ഡയറക്റ്റ് അറ്റാക്കിംഗ് പോൺ ഇപ്പോൾ ഇവിടെ ഒന്നും സാധ്യമല്ല. കാരണം ഉടൻ തന്നെ വൈറ്റിന് നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നൈറ്റ് X നൈറ്റ് നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ ഒരു സ്ക്വയർ എപ്പോഴും കൺട്രോൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് പോൺ ടു E5 പുഷ് സാധ്യമാണ്, ഈ ഒരു നൈറ്റിനെ ഹറാസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മൂവ് ഓർഡർ സാധ്യമല്ല. നൈറ്റ് F6 ഉടനെ സാധ്യമല്ല. അപ്പോൾ ഇതാണ് നൈറ്റ് C6ൻ്റെ പ്രധാനപ്പെട്ട വേരിയേഷൻസ്. അതായത് കലാഷ്നിക്കോവ് വേരിയേഷൻ, ഷെഷ്നിക്കോവ് വേരിയേഷൻ, അതേപോലെ നമ്മൾ ആക്സിലറേറ്റഡ് ഡ്രാഗൺ, അതേപോലെ കലാഷ്നിക്കോവ് വേരിയേഷൻ്റെ മുന്നേ അതിൻ്റെ ഒരു സബ് ആയ കലാഷ്നിക്കോവ് വേരിയേഷൻ്റെ ഒരു ലൈനായ കലാഷ്നിക്കോവ് വേരിയേഷൻ്റെ ലൈൻ എന്ന് പറയാൻ പറ്റില്ല, ലോവൻതാൾ വേരിയേഷൻ. അത് പ്രത്യേക ഒരു വേരിയേഷൻ ആയിരുന്നു. പിന്നീട് അത് പോപ്പുലർ അല്ലാതായി. അതിന് പകരം കലാഷ്നിക്കോവ് വേരിയേഷൻസ് വന്നു. ഇനി നമ്മൾ അവസാനത്തെ ഒരു മൂവ് ഓർഡർ നമുക്ക് നോക്കാം. അതാണ് നൈറ്റ് പോൺ ടു E4, പോൺ ടു C5 സിസിലിയൻ ഡിഫൻസ്, നൈറ്റ് F3, ഇവിടെ നൈറ്റ് C6 അല്ലെങ്കിൽ D6, ഇത് രണ്ടും നമ്മൾ കണ്ടു. പോൺ ടു E4 പുഷ് ചെയ്യുമ്പോൾ പോൺ ടു E6 പുഷ് ചെയ്യുമ്പോഴാണ് ഫ്രഞ്ച് ഡിഫൻസ്. അതുകൊണ്ടാണ് അത് നമുക്ക് ഫ്രഞ്ച് ഡിഫൻസിൻ്റെ ഓപ്പണിംഗ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കൂടുതൽ. അതുകൊണ്ടാണ് സിസിലിയൻ ഡിഫൻസിൽ ഈ ഒരു E6 മൂവ്, അതായത് നൈറ്റ് F3 കളിക്കുമ്പോൾ പോൺ ടു E6, ഇതിനെ ഫ്രഞ്ച് വേരിയേഷൻ ഓഫ് ദ സിസിലിയൻ ഡിഫൻസ് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട വേരിയേഷൻസ് സിസിലിയൻ ഡിഫൻസ് ടൈമനോവ് വേരിയേഷൻ, സിസിലിയൻ ഡിഫൻസ് കാൻ വേരിയേഷൻ. അപ്പോൾ ഇവിടെയും മൂവ് ഓർഡർ സെയിം ആണ്. ആദ്യത്തെ മൂവ് ഓർഡർ പോൺ ടു D4, പോൺ ടേക്സ് പോൺ, നൈറ്റ് ടേക്സ് പോൺ. ഇനി ഇവിടെ A6 പോൺ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സിസിലിയൻ ഡിഫൻസ് കാൻ വേരിയേഷൻ എന്നറിയപ്പെടും. ഇലിയ ഖാൻ എന്ന് പറയുന്ന ഒരു ചെസ് ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ A6 പോൺ പുഷ് ചെയ്യുന്നത് നമുക്കറിയാം, നേരത്തെ കണ്ട പല വേരിയേഷൻസിലും നൈറ്റ് B5 ഒരു മെയിൻ മൂവാണ്. അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തുടക്കത്തിൽ തന്നെ പോൺ A6 മൂവ് ചെയ്ത് കളിക്കുന്ന ഒരു വേരിയേഷനാണ് സിസിലിയൻ ഡിഫൻസ് കാൻ വേരിയേഷൻ. ഇതിൽ വേണമെങ്കിൽ വൈറ്റിന് മൊറോക്സി ബൈൻഡ് കളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നോർമൽ നൈറ്റ് C3 വേരിയേഷൻസ് കളിക്കാവുന്നതാണ്. എങ്ങനെ എന്നാലും കാൻ വേരിയേഷൻ ഈ ഒരു ലൈനിൽ ബ്ലാക്കിന് ക്വീൻ C7, അതേപോലെ പോൺ B4, ബിഷപ്പ് B7, ഈ ഒരു ഡയഗണലിലുള്ള അറ്റാക്ക്, ഇങ്ങനെയൊക്കെ, അതേപോലെ കിങ് സൈഡ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ കാൻ വേരിയേഷൻസിൽ ഗെയിം മുന്നോട്ട് പോകും. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. കാൻ വേരിയേഷൻ്റെ ഓപ്പണിംഗ് ചെയ്യുമ്പോൾ അത് നമുക്ക് നോക്കാം. അതേപോലെ ഈ ഒരു A6 പകരം
കളിക്കുന്ന മറ്റൊരു മൂവാണ് ടൈമനോവ് വേരിയേഷൻ. ടൈമനോവ് വേരിയേഷനിലേക്ക് വരുന്നത് നൈറ്റ് C6. ഈ ഒരു വേരിയേഷനിൽ നിന്നാണ് ടൈമനോവ് വേരിയേഷനിലേക്ക് വരുന്നത്. അതായത് പോൺ ടു C5, പോൺ E4, C5, സിസിലിയൻ ഡിഫൻസ്, നൈറ്റ് F3, ഇവിടെ നൈറ്റ് F3, E6, പോൺ ടു D4, പോൺ ടേക്സ് പോൺ, നൈറ്റ് ടേക്സ് പോൺ, ഇവിടെ A6 കളിച്ച് അപ്പോൾ കാൻ വേരിയേഷൻ, അതേപോലെ നൈറ്റ് C6. ഇത് ടൈമനോവ് വേരിയേഷനിലേക്ക് ശരിക്കും വന്നിട്ടില്ല. ഈ ഒരു വേരിയേഷന് പൊതുവിൽ പറയുന്നത് പോൾസൺ വേരിയേഷൻ എന്നാണ്. സിസിലിയൻ ഡിഫൻസ് പോൾസൺ വേരിയേഷൻ. ഈ ഒരു പോൾസൺ വേരിയേഷൻ്റെ ഒരു സബ് വേരിയേഷനാണ് ടൈമനോവ് വേരിയേഷൻ എന്ന് പറയാം. ഇവിടെ നേരത്തെ പറഞ്ഞ മറോക്സിബൈൻ്റെ ഒരു ഗെയിമാണ്. അതിന് പകരം നൈറ്റ് C3, ഉടൻ തന്നെ ക്വീൻ C7. ക്വീൻ C7 കളിച്ച ഉടനെ വേണമെങ്കിൽ നൈറ്റ് B5 കളിച്ച് അറ്റാക്ക് ചെയ്യാം. എന്നാലും സാധാരണ അങ്ങനെ അറ്റാക്ക് ചെയ്യാറില്ല. കാരണം അതൊരു ക്വീൻ B8 ബ്ലാക്ക് കളിക്കും. ആ ഒരു ഡയഗണലിലുള്ള കൺട്രോൾ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ പിന്നീട് A6 കളിച്ച് അപ്പോൾ ഈ ഒരു നൈറ്റിന് വീണ്ടും പുറകോട്ട് പോകേണ്ടി വരും. കാരണം ഈ ഒരു ക്വീൻ C7 വന്ന ഉടനെ ഈ ഒരു D6 സ്ക്വയർ കൺട്രോൾഡ് ആണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഈ നൈറ്റ് B5 കൺട്രോളിങ് നൈറ്റ് D6 സ്ക്വയർ അങ്ങനെ ഒരു മൂവ് വൈറ്റിനെ സംബന്ധിച്ചിടത്തോളമില്ല. കാരണം ഈ ഒരു ക്വീൻ ഇപ്പോൾ C7 വന്ന് ആ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ക്വീൻ C7, പിന്നെ A6. അതേപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇനി നൈറ്റിനെ F6ലേക്ക് കളിക്കാനും സാധ്യമാണ്. കാരണം നേരത്തെ ചില മൂവ് ഓർഡറിൽ പറഞ്ഞിരുന്നു നൈറ്റ് F6 കളിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം പോൺ E5 പുഷ്, അതായത് ഈ ഒരു നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം പോൺ E5 പുഷ് ചെയ്ത് നൈറ്റിനെ ഹറാസ് ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു ക്വീൻ C7 ആ ഒരു സ്ക്വയർ കൂടി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നൈറ്റിനെ എപ്പോഴും വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. കാരണം E5 പോൺ പുഷ് സാധ്യമല്ല, ക്വീൻ അവിടെയുണ്ട്. അപ്പോൾ ടൈമനോവ് വേരിയേഷനിൽ വരുന്നത് ക്വീൻ C7, അതേപോലെ A6 ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് സിസിലിയൻ ഡിഫൻസ് ടൈമനോവ് വേരിയേഷനിൽ വരിക. ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാം. ബിഷപ്പ് B4 നൈറ്റിനെ പിൻ ചെയ്യാം. എന്നിട്ട് നൈറ്റ് C6 കളിക്കാം. ഇങ്ങനെയൊക്കെയുള്ള പല വേരിയേഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ടൈമനോവ് വേരിയേഷൻസ് കവർ ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മറ്റൊരു വേരിയേഷൻ ഉള്ളത് സിസിലിയൻ ഡിഫൻസിൻ്റെ പിൻ വേരിയേഷനാണ്. ആ ഒരു പിൻ വേരിയേഷൻ അതൊന്ന് നമ്മൾ ക്ലബ് ലെവലിൽ ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വേരിയേഷനാണ്. കാരണം അതിലൊരു ചെറിയൊരു ട്രിക്ക് കൂടിയുണ്ട്. E4 C5 knight F3 pawn to E6 French variation of the Sicilian, pawn to D4 pawn takes pawn, knight takes pawn. ഇവിടെ പിൻ വേരിയേഷൻ കളിക്കാനായി ആദ്യമായി നമ്മൾ കാൻ വേരിയേഷനും ടൈമനോവ് വേരിയേഷനും കണ്ടു. അതായത് നൈറ്റ് F6 കളിച്ച ഉടനെ ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്താൽ നൈറ്റ് C3 ആണ് മെയിൻ മൂവ്. അതിന് പകരം സ്വാഭാവികമായും പോൺ ടു E5 ഇവിടെ കളിക്കാനൊരു ചാൻസ് ഉണ്ട്. എന്നാൽ കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു E5 സ്ക്വയർ അണ്ടർ കൺട്രോൾ അല്ല. പോൺ ടു E5 ഇവിടെ കളിച്ചാൽ ഉടൻ തന്നെ ബ്ലാക്കിന് ക്വീൻ A5 ചെക്ക് കൊടുക്കാൻ സാധിക്കും. ക്വീൻ A5 ചെക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വീൻ ടേക്സ് പോൺ.
ചെക്ക്. അപ്പോൾ ഈ ഒരു പോണിന് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രിക്ക് അറിഞ്ഞിരിക്കണം. സിസിലിയൻ ഡിഫൻസിൻ്റെ ഫ്രഞ്ച് വേരിയേഷനിൽ നൈറ്റ് F6 കളിച്ച ഉടനെ പോൺ പുഷ് നടത്തരുത്. നൈറ്റ് C3 ആ ഒരു ചെക്ക് ബ്ലോക്ക് ചെയ്തതിന് ശേഷം, അതേപോലെ ഇതിനെ ഡിഫെൻഡ് ചെയ്തതിന് ശേഷം വേണം കളിക്കാൻ. അതുപോലെ പിൻ വേരിയേഷൻ, ഈ ഒരു പൊസിഷനിൽ നിന്നും ബിഷപ്പ് B4, ഇതാണ് സിസിലിയൻ ഡിഫൻസിൻ്റെ പിൻ വേരിയേഷൻ. അതായത് ഈ ഒരു നൈറ്റിനെ പിൻ ചെയ്യുന്നു. അപ്പോൾ ത്രെട്ട് എന്ന് പറഞ്ഞാൽ നൈറ്റ് ടേക്സ് പോൺ ആണ് ഇവിടെ ഉള്ള ഒരു ത്രെട്ട്. ഇവിടെ വൈറ്റിന് എന്നാൽ നല്ലൊരു അറ്റാക്കിംഗ് ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്വീൻ ഉപയോഗിച്ച് ഇവിടെ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും വൈറ്റിന്. നൈറ്റ് ടേക്സ് പോണൊക്കെ വരികയാണെങ്കിൽ ക്വീൻ G4 ഒക്കെ കളിച്ച് ഈ ഒരു G7 സ്ക്വയറുള്ള പോണിനെ അറ്റാക്കൊക്കെ ചെയ്ത് കളിക്കാൻ പറ്റും. അത് നമുക്ക് പിൻ വേരിയേഷൻ പറയുമ്പോൾ കൂടുതലായിട്ട് തിയറീസ് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സിസിലിയൻ ഡിഫൻസിൻ്റെ ഓപ്പണിംഗ് വേരിയേഷൻസ്, അതേപോലെ ഓപ്പണിംഗ് പ്രിൻസിപ്പിൾസ്. സിസിലിയൻ ഡിഫൻസ് ഓപ്പണിംഗ് പ്രിൻസിപ്പിൾ. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തിയാണ്, എന്നാലും ചിലർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകരിക്കുമെന്ന് കരുതുന്നു. ബിഗിനേഴ്സിന് അല്പം 1-2 പ്രാവശ്യമെങ്കിലും കണ്ടു കഴിഞ്ഞാലാണ് പല കാര്യങ്ങളും മനസ്സിലാവുക. എന്നാലും നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വേരിയേഷൻസിൻ്റെ പേരുകളും അതേപോലെ അതിൻ്റെ ജനറൽ ഐഡിയാസും നമ്മൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലുള്ള പല ഗെയിമുകളും നമുക്ക് എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഇങ്ങനെ കളിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഓരോ വേരിയേഷൻ്റെയും പൊസിഷൻസും പോൺ സ്ട്രക്ചേഴ്സും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വേരിയേഷനിൽ നിന്നും മറ്റൊരു വേരിയേഷനിലേക്ക് അത് ട്രാൻസ്പോസായി മാറുന്നതും കാണാം. ഷെവനിംഗൻ വേരിയേഷൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ വേരിയേഷൻ മറ്റേ ഒരു വേരിയേഷനിലേക്കും അങ്ങനെയൊക്കെ മാറുന്നത്, ഒരു വേരിയേഷനിൽ നിന്നും മറ്റൊരു വേരിയേഷനിലേക്ക് ഗെയിം മാറുന്നതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള വേരിയേഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ അറിയിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു. വീണ്ടും കാണാം. താങ്ക് യു.